നമ്മളൊരു നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അപ്പോൾ ഗുഡ് ഈവനിങ്. അപ്പം നമുക്കിന്ന് ചായക്ക് എന്തെങ്കിലും ഒരു കടിയാക്കണം. നിലവിൽ പേടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഉള്ളിയുണ്ട്. അപ്പോൾ കടലപ്പൊടി വാങ്ങാൻ പോയിട്ടുണ്ട് രഞ്ജു. അപ്പോൾ നമുക്കിന്ന് ഉള്ളിവട ഉണ്ടാക്കാം. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുന്ന നോക്കാം. എല്ലാവർക്കും അറിയാതെയൊന്നുമില്ല, എന്നാലും എൻ്റേതായ രീതിയിലുള്ള ഉള്ളിവട. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 4 ഉള്ളി എടുത്തിട്ട് ഉള്ളിൻ്റെ തോല് കളഞ്ഞ് വെക്കാം. തോല് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. എന്നാൽ അത്ര കണ്ണെരിയില്ല. നടുക്കൂട്ട് മുറിച്ചിട്ട് പിന്നെ പുറത്തെ തോല് കളഞ്ഞ് വെള്ളത്തിൽ കുറച്ച് ഇട്ട് വെച്ചാൽ അങ്ങനെ വെള്ളം വരൂല പറയുന്നേ, അറിയില്ല. അപ്പം നമുക്ക് ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു കട്ടിങ് ടേബിൾ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിനെ കൊണ്ട് അരിയണം. ഉണങ്ങരി ഞാനിപ്പോൾ തൽക്കാലം അടച്ചൂറ്റി എടുത്തിട്ട് അരിയുന്നത്, കട്ടിങ് ടേബിൾ ഇല്ലാതുകൊണ്ട്. നീളത്തിൽ നേർന്ന അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 ഉള്ളി നമ്മൾ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്ത് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഞെരടുക. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഞെരടണം. അപ്പോൾ ഇങ്ങനെ ഞെരടാൻ പറ്റിയൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് ഞെരടുക. അത് ഈ അല്ലിയത് നേരെ വേർപെട്ട് പോകണം. ഇത് ഓരോ അല്ലിയായിട്ട് ഇരിക്കണം. അപ്പം അങ്ങനെ മാക്സിമം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഞെരടുക. ശരിക്കും ഇങ്ങനത്തെ ഞാൻ ഉള്ളിവട ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. നല്ലപോലെ ഞെരവിടൊന്നും വേണ്ട. പിന്നെ അത്യാവശ്യം ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കാനും എല്ലാം വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് വേർപെട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വെള്ളം വരാൻ തുടങ്ങും. ആ സമയം നമ്മൾ കടലമാവ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുക. എരിവിന് ആവശ്യത്തിനൊക്കെ വെച്ചാൽ ചേർക്കുക. ഇനി ഇത് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മൊത്തത്തിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ഇത് ചളിയായിപ്പോവും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സംഭവം കിട്ടില്ല. അപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കുന്നതായിരിക്കും നല്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. പിന്നെ ആ സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്തിൽ ഉപ്പെല്ലാം നോക്കണേ. അഥവാ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ടാൽ മതി. മൈദപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് കടലപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പ് കറക്റ്റാകുമ്പോൾ നോക്കണം. ഇനി നമുക്കിത് കയ്യിൽ പരത്തിയിട്ട് എണ്ണ തിളക്കുന്നുണ്ട്, എണ്ണയിലിടാം. അതിന് മുമ്പ് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ തട്ടിപ്പിടിക്കും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ചെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് ഏതെങ്കിലും ഷേപ്പിൽ പരത്തി എടുത്തിട്ട്
ഇതിലിട്ട് നോക്കാം. ഇങ്ങനെ ഇടും. പറ്റിയ ടൈം നമുക്ക് 2 ഇടാം. ഓക്കെ, നമുക്ക് ഇടുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് പിന്നെ കുറച്ച് ഫ്ലെയിം കുറയ്ക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ച് വേവില്ല. ഒന്നും കൂടി ഇട്ട് കൊടുക്കാൻ പോകും, കുറച്ചും കൂടി സ്ഥലമുണ്ട്. കറക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ല, എന്നാലും നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്. നമ്മളെ ഉള്ളിവട ശരിയായി എന്താ പറയാ സെറ്റായിട്ടുണ്ട്. കാണാനെല്ലാം ഏകദേശം അതേപോലെ ഉണ്ടല്ലേ? ഇല്ലേ? എന്നാ പിന്നെ നോക്കിയിട്ട് ഇത്ര ഷേപ്പേ ഉണ്ടാവും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചവക്കുന്നതിന് പോരില്ല, ചവച്ചിട്ട് പറ. ടേസ്റ്റ് ഉണ്ട്. കുറച്ച് എരിവ് കുറവാണ്. കുരുമുളകില്ല. അങ്ങനെ ഉള്ളിവടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനും അമ്മയും അപ്പോൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. അങ്ങനെ എനിക്ക് ചായ അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എൻ്റെ പകുതി ചായയും കൂടി അമ്മ കൊടുത്തു. അപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചത്രയേ ഉള്ളൂ.